ദൈവനാമത്തിന് മഹത്വം. 22-ാം സങ്കീർത്തനത്തിൽ നിന്നുള്ള ലളിതമായ വചനധ്യാനമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പൗർവിഷനിലെ വചനപ്രഭാതം എന്ന ഈ ശുശ്രൂഷ ഇഷ്ടപ്പെടുന്ന കുറച്ച് മനുഷ്യരുണ്ട്. അവർ രാവിലെ തന്നെ ഇത് കേൾക്കുന്നുണ്ട്. വീണ്ടും ഒരു 7 മണിയാവുമ്പോഴേക്കും നിങ്ങൾക്കത് യൂട്യൂബിൽ നിന്ന് ലഭിക്കും. അത് വീണ്ടും ഇങ്ങനെ മാറി 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 കേട്ടുകൊണ്ടിരിക്കുന്നു ലോകം മുഴുവനും. നിങ്ങളുടെ സ്നേഹിതർക്ക് യൂട്യൂബിൽ നിന്ന് ഇത് അയച്ചു കൊടുക്കാൻ ബുദ്ധിമുട്ടില്ല. വെറുതെ ഒന്ന് ടച്ച് ചെയ്താൽ മതി. 5 പേർക്ക് അയക്കാം. പറ്റുമെങ്കിൽ അത് ചെയ്യണം. ഇന്നത്തെ നമ്മുടെ സന്ദേശത്തിന് വേണ്ടി 22-ാം സങ്കീർത്തനത്തിൻ്റെ 2-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. എൻ്റെ ദൈവമേ, ഞാൻ പകൽ സമയത്ത് വിളിക്കുന്നു, എങ്കിലും നീ ഉത്തരമരുളുന്നില്ല. രാത്രികാലത്തും ഞാൻ വിളിക്കുന്നു, എനിക്കൊട്ടും മൗനതയില്ല. ഇവിടെ ഒരു നിർത്താത്ത നിലവിളിയല്ലേ കാണുന്നേ. കഴിഞ്ഞ ദിവസം ഈ കാര്യം നമ്മൾ നിലവിളിക്കുക, ഒരു പാട്ട് തന്നെയുണ്ട്. നിലവിളിക്കുക, നിലവിളിക്കുക, എഴുന്നേറ്റ് നിലവിളിക്കുക. രാക്കാലങ്ങളിൽ യാമാരംഭത്തിൽ എഴുന്നേറ്റ് നിലവിളിക്കുക. വലിയ സാഹിത്യ ഭംഗിയുള്ള ഗാനങ്ങളൊന്നും ആയിരിക്കത്തില്ല അതൊക്കെ. അങ്ങനെയൊക്കെ വിലയിരുത്തുന്നവരുടെ ദൃഷ്ടിയിൽ സിമ്പിൾ പാട്ടുകളാണ്. പക്ഷേ മനുഷ്യരെ പ്രാർത്ഥനയ്ക്കായിട്ട് തട്ടി ഉണർത്തുന്ന ദൈവിക അലാറങ്ങളാണ് ആ പാട്ടുകളൊക്കെ. ഇവിടെ നമ്മുടെ മാതൃകാ പുരുഷനായ കർത്താവായ യേശു ക്രിസ്തു പറയുകയാണ്, ഞാൻ പകലും രാത്രിയിലും നിലവിളിക്കുക. ഓ മൈ ഗോഡ്, ഐ ക്രൈ ഇൻ ദ ഡേ ടൈം, but you answered not. And by night I am not silent or find no rest. 2 പ്രശ്നം ഇവിടെ വരികയാണ്. ഒന്ന്, എനിക്ക് റെസ്റ്റ് ഇല്ല. 2, നീ ഉത്തരവും തരുന്നില്ല. പക്ഷെ ഞാൻ നിർത്താൻ ഉദ്ദേശിക്കുന്നില്ല. എൻ്റെ മുൻപിൽ പകല് തീർന്നു, രാത്രിയായി. എല്ലാ ലൈറ്റും ഓഫ് ചെയ്തു, എല്ലാവരും കിടന്നു. പക്ഷെ ഞാൻ വഴങ്ങുന്നില്ല. ഞാൻ പകല് മുഴുവൻ വിളിച്ചിട്ടും എനിക്ക് ഉത്തരം കിട്ടിയില്ല. അതുകൊണ്ട് ഞാൻ നിർത്താൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ രാത്രിയിലും വിളിക്കും. ഇതാണ് പ്രാർത്ഥനക്കാരൻ്റെ മാതൃക, സ്റ്റാൻഡേർഡ്. ഹലോ, അങ്ങനെ പ്രാർത്ഥിക്കാൻ പുതിയ നിയമം നമ്മൾ ആവശ്യപ്പെടുന്ന വാക്യങ്ങൾ ഓർമ്മയുണ്ടല്ലോ. ഇടവിടാതെ പ്രാർത്ഥിപ്പീൻ, എല്ലാറ്റിനും വേണ്ടി സ്തോത്രം ചെയ്യുവീൻ, എപ്പോഴും സന്തോഷിക്കും. എപ്പോഴും സന്തോഷിപ്പീൻ, ഇടവിടാതെ പ്രാർത്ഥിപ്പീൻ, എല്ലാറ്റിനും വേണ്ടി സ്തോത്രം ചെയ്യും. ഇതാണ് കർത്താവ് നമുക്ക് കാണിച്ചു തന്നത് കുരിശേ വെച്ച്. എന്താണ് കാണിച്ചു തന്നത്? എൻ്റെ ദൈവമേ, ഞാൻ പകൽ സമയത്ത് വിളിക്കുന്നു, എങ്കിലും ഉത്തരം കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ഞാൻ ഇനി കിടക്കാൻ പോവുകയാണ് എന്നല്ല പറഞ്ഞത്. രാത്രികാലത്തും ഞാൻ വിളിക്കുന്നു, എനിക്ക് ഒട്ടും മൗനതയില്ല. മറുപടി കിട്ടാതെ വരുമ്പോഴും പ്രാർത്ഥന തുടർന്നുകൊണ്ടിരിക്കാനുള്ള ആത്മീക ആരോഗ്യം പ്രാപിക്കുക, ആത്മീക വളർച്ച പ്രാപിക്കുക, വിശ്വാസ വർധനവ് പ്രാപിക്കുക. ഉത്തരം അരുളുന്നില്ല. അതുകൊണ്ട് എന്നാ ചെയ്യണം? വീണ്ടും പ്രാർത്ഥിക്കണം.
ഇത് പ്രാർത്ഥനയെക്കുറിച്ചുള്ള ഏറ്റവും ശ്രേഷ്ഠമായ പാഠമാണ് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുന്നത്. ഉത്തരമില്ലേ, എന്ത് ചെയ്യണം? വീണ്ടും പ്രാർത്ഥിക്കണം. ദൈവം മൈൻഡ് ചെയ്യുന്നില്ലേ, വീണ്ടും പ്രാർത്ഥിക്കണം. രാത്രിയായി, എല്ലാവരും കിടന്നു, എന്ത് ചെയ്യണം? പ്രാർത്ഥന തുടരണം. ഡേ ആൻഡ് നൈറ്റ് പ്രയർ. അതിനിടയിൽ ഉറക്കം വന്നാൽ എന്നാ ചെയ്യുമെന്നല്ലേ ഇപ്പോൾ ഒരു ചോദ്യം ചോദിക്കാൻ വന്നത്. ഉറങ്ങിക്കോണം. ഞാൻ ഒരു മനുഷ്യനല്ലേ, അതുകൊണ്ട് എനിക്ക് ഉറക്കം വരാറുണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും? ഞാൻ ആ പ്രെയർ പായയിൽ, പ്രാർത്ഥിക്കുന്ന മാറ്റ്, ഹോള്, അവിടെ ഇരുന്ന് ഉറങ്ങും. എൻ്റെ വീട്ടിലാണെങ്കിൽ ആ പ്രാർത്ഥിക്കുന്ന പായലോട്ടങ്ങ് ചേരിയും. ഉറക്കം ഒരു പാപമൊന്നുമല്ലല്ലോ. പ്രാർത്ഥിക്കാതിരുന്നിട്ട് ഉറങ്ങണോ എന്ന് ആരെങ്കിലും ചോദിച്ചാൽ അവർക്കിതിനെക്കുറിച്ച് എന്താ അറിയാം? കുറച്ചു നേരം കഴിയുമ്പോൾ എഴുന്നേക്കും, പിന്നെയും പ്രാർത്ഥിക്കും. അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടോ? ചെയ്തു നോക്ക്. ഏത് തുറക്കാത്ത വാതിലും തുറക്കും, ഏതഴിയാത്ത കെട്ടു അഴിയും, ഏത് ഉത്തരമില്ലാത്തതിനും ഒരു ഉത്തരം വരും. രാപ്പകൽ നിലവിളിക്കുക, മടുക്കാതെ പ്രാർത്ഥിക്കുക. God bless you.